നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു തമിഴ് ചിത്രത്തെക്കുറിച്ചാണ്. 2025 ഡിസംബർ ആദ്യ വാരത്തിൽ റിലീസ് ചെയ്ത് തിയേറ്ററിൽ മിക്സഡ് അഭിപ്രായം നേടിയ ദാവൂദ് എന്ന തമിഴ് ചിത്രം. പുതുമുഖ നായകന്മാരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ചിത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? മുംബൈ അടക്കി ഭരിച്ചിരുന്ന ലഹരിമരുന്ന് കടത്ത് മാഫിയ തലവനാണ് ദാവൂദ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ഈ സിനിമയുടെ കഥയനുസരിച്ച് ദാവൂദിന് ഇന്ത്യയിലുടനീളം ലഹരിക്കടത്തിനായി ഒരു വലിയ ശൃംഖലയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വ്യാസർപാടിയിൽ നടന്ന വലിയൊരു കലാപത്തിന് പിന്നിലും ദാവൂദ് തന്നെയായിരുന്നു. അതിനുശേഷം ചെന്നൈയിലെത്തുന്ന ദാവൂദിന്റെ കോടികൾ വിലയുള്ള ലഹരി മരുന്ന് സുരക്ഷിതമായി മറിച്ച് അതിന്റെ പണം സ്വീകരിച്ച് ദാവൂദിന് അയച്ചു കൊടുക്കുകയും അതിൽ നിന്നുള്ള കമ്മീഷൻ കൈപ്പറ്റുകയും ചെയ്യുന്ന ആളാണ് മൂർത്തി. മൂർത്തിയുടെ പദവിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് വിശാഖം. വിശാഖത്തിന്റെ വിശ്വസ്തനായ സഹായിയാണ് ജോണി. ഇവർക്കിടയിലേക്ക് നിഷ്കളങ്കനായ തമ്പിദുരൈ എന്ന ടാക്സി ഡ്രൈവർ എത്തിപ്പെടുന്നതും ലഹരി മാഫിയയുടെ സഹായിയാവേണ്ടി വരുന്നതുമാണ് ദാവൂദ് എന്ന കഥയുടെ സാരാംശം. ടേം പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിൽ ഉമാ മഹേശ്വരി നിർമ്മിച്ച് നവാഗതനായ പ്രശാന്ത് രാമനാണ് ചിത്രം തിരക്കഥയെഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ ലിംഗ, സാറ ആച്ചർ, ദിലീപൻ, രാധ രവി, സായി, സാറ, അഭിഷേക്, ശരത് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കേട്ടു പരിചിതമായ ഒരു കഥയെ വീണ്ടും നമ്മളോട് പറയുന്നു എന്നത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പരാജയം. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ആക്കുക എന്നത് തന്നെ. ക്ലൈമാക്സ് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിലായതിനാൽ സംവിധായകൻ അത് പകുതി വെച്ച് പറഞ്ഞു നിർത്തുന്നു. ചിത്രത്തിലെ പല കാര്യങ്ങളും പ്രെഡിക്റ്റബിൾ ആണ്. പിന്നെ പതിവ് കഥയും കെട്ടുറപ്പില്ലാത്ത തിരക്കഥയും കാരണം പലപ്പോഴും സിനിമ ഒരു വിരസത തന്നെയാണ് പ്രേക്ഷകന് നൽകുന്നത്. ചിത്രത്തിൽ നായകന് വേണ്ടി അല്ല ശരിക്കും നായികയെ അവതരിപ്പിച്ചിരിക്കുന്നത്. വില്ലൻ കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ് നായിക. അതും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് കഥാപാത്രമാണ്. ഇവർ തമ്മിലുള്ള രംഗങ്ങളെല്ലാം തന്നെ നീലച്ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ്. ജോണി എന്ന പേരും ഡാനി ഡാനിയൽ എന്നിങ്ങനെ പല ബ്ലൂ ഫിലിം അഭിനേതാക്കളുടെ പേരിലും വേഷത്തിലുമാണ് നായകനും നായികയും പലപ്പോഴും എത്തുന്നത്. സിനിമയുടെ കാസ്റ്റിംഗ് ഒരു പരിധിവരെ വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയാം. പശ്ചാത്തല സംഗീതവും അത്ര കണ്ട് നന്നായില്ല. ചുരുക്കി പറഞ്ഞാൽ സമയം പോക്കിന് വേണ്ടി കാണാൻ സാധിക്കുന്ന ഒരു ബിലോ ആവറേജ് ചിത്രം തന്നെയാണ് ദാവൂദ്. ചിത്രം സംസാരിക്കാൻ ഉദ്ദേശിച്ചത് വലിയ മാസ് നിറഞ്ഞ ഒരു ആക്ഷൻ ചലച്ചിത്രം എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ പലയിടത്തും ഇത് പാളിപ്പോയി എന്ന് തന്നെ എടുത്തു പറയേണ്ടതാണ്. ക്ലൈമാക്സിൽ നായകൻ തന്നെയാണ് ഏറ്റവും വലിയ വില്ലൻ എന്ന് തെളിയിക്കാൻ ശ്രമിക്കുമ്പോഴും അതൊരു കോമഡി കഥാപാത്രമായി മാറിയതുപോലെയാണ് പ്രേക്ഷകന് തോന്നിയിട്ടുള്ളത്. പലയിടത്തും നായകനേക്കാൾ പ്രാധാന്യം വില്ലന്റെ സഹായിയായ ജോണിക്കാണ് നൽകിയിരിക്കുന്നത്. സിനിമയിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നായകനല്ല നായികയുള്ളത്, സഹായിയായ ജോണിക്കാണ്. ഇങ്ങനെ പലതരത്തിൽ പല പുതിയ ടെക്നിക്കുകൾ ചിത്രത്തിൽ പരീക്ഷിച്ചെങ്കിലും സിനിമ വലിയൊരു പരാജയം തന്നെയായി മാറിയിരിക്കുകയാണ്. ഒരു നേരമ്പോക്ക് എന്ന രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ബിലോ ആവറേജ് മൂവിയാണ് ദാവൂദ്.